പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഉറക്കത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് തന്നെയാണ്. അതുപോലെ പുലർച്ചെയൊക്കെ എഴുന്നേൽക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണാൻ നോക്കണേ. നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പം നമുക്ക് ആദ്യം ഉറക്കം കുറഞ്ഞാൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് നോക്കാം. അപ്പോൾ ഉറക്കം കുറഞ്ഞാൽ BP, ഷുഗർ പോലെയുള്ള ലൈഫ് സ്റ്റൈൽ രോഗങ്ങളും അതുപോലെ സ്ട്രോക്ക് വരാനുള്ള സാധ്യത, ഡിമെൻഷ്യ, അൾഷിമേഴ്സ് തുടങ്ങിയ രോഗങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നല്ല ഉറക്കത്തിൻ്റെ സമയത്താണ് നമ്മുടെ ബ്രെയിനിലെ ഗ്ലിംഫാറ്റിക് സിസ്റ്റം നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു സിസ്റ്റമാണ് നമ്മളെ ക്ലെൻസിങ് ഒക്കെ ചെയ്യുന്നത്. നമ്മുടെ ബോഡിയെയും ബ്രെയിനിനെയും ഒക്കെ ക്ലെൻസ് ചെയ്യുന്നത് ഈ ഒരു സിസ്റ്റമാണ്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ മെമ്മറി കൺസോൾഡേറ്റ് ചെയ്യുന്നതും ഈ ഒരു സിസ്റ്റം തന്നെയാണ്, ബ്രെയിൻ തന്നെയാണ്. അപ്പം ഈ പുലർച്ചെ എഴുന്നേൽക്കുന്നവരിലോട്ട് തന്നെ ഡയറക്റ്റ് വീഡിയോയിലോട്ട് വരികയാണ് ഞാൻ. ചിലർ ഇപ്പം 3 AM 4 AM 5 AM ക്ലബിലൊക്കെ ആഡായിട്ട് വെളുപ്പിനെ എഴുന്നേൽക്കുന്നവർ ഉണ്ടാവും. അപ്പം നിങ്ങളിങ്ങനെ പുലർച്ചെ എഴുന്നേറ്റു, അതിന് ശേഷം ഒരു 6 മണിക്ക് ശേഷം നിങ്ങൾക്ക് ഉറക്കം വരുന്നു. നിങ്ങൾ കുറച്ച് നേരം ഒരു പക്ഷേ പോയി കിടന്നുറങ്ങി, ഒരു 9:30 10 മണി വരെ കിടന്നുറങ്ങി, വീണ്ടും എഴുന്നേൽക്കുന്നു. പക്ഷേ ആ ദിവസം മൊത്തവും ക്ഷീണവും ഒരു ഉന്മേഷവും ഇല്ലായ്മയും എങ്ങനെയൊക്കെയോ കാര്യങ്ങൾ തള്ളി നീക്കി ചെയ്തു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ആ ഒരു അവസ്ഥ കണ്ടിന്യൂ ചെയ്യരുത്. ഇനിയും രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത്, വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റു ഒരു 12 മണി വരെ, പകൽ ഒരു 12 മണി വരെ കുറച്ച് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന് ശേഷം നിങ്ങൾക്ക് ഉറക്കം വരുന്നു, നിങ്ങൾ ഉറക്കത്തെ പിടിച്ചു നിർത്തുന്നു, ഒരു താങ്ങി തൂങ്ങിയൊക്കെ പോകുന്ന അവസ്ഥ, ഒട്ടും ഉന്മേഷമില്ലാത്ത അവസ്ഥ, ഇങ്ങനെ പോവുകയാണെങ്കിലും നിങ്ങൾ ഈ പുലർച്ചെ എഴുന്നേൽക്കുന്നത് ഒഴിവാക്കണം. എന്തുകൊണ്ടാണെന്ന് നോക്കാം. കാരണം നമ്മുടെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്, നമുക്ക് ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ, നമ്മുടെ ഡെയിലിയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും നന്നായിട്ട് സന്തോഷത്തോടെ, ഒരു ഉന്മേഷത്തോടെ, ആരോഗ്യത്തോടെയൊക്കെ ഓടി നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറയത്തില്ലേ, ആ ഒരു അവസ്ഥയ്ക്ക് ഭംഗം വരുന്നുണ്ട്. ഈ ഉറക്കം ഇങ്ങനെ നേരത്തെ എഴുന്നേൽക്കുന്നത് കൊണ്ട് ഈ ഒരു അവസ്ഥയെ കാര്യമായി ബാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പുലർച്ചെ ഒരു കാരണവശാലും എഴുന്നേൽക്കരുത്. അത് നിങ്ങളുടെ ആയുസ്സിനെയും ആരോഗ്യത്തെയും നിങ്ങളുടെ സൗന്ദര്യത്തെയും നിങ്ങളുടെ മെമ്മറിയെയും ഒക്കെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പുലർച്ചെ എഴുന്നേൽക്കുമ്പോൾ. അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 7-8 മണിക്കൂർ നന്നായിട്ട് ഉറങ്ങുക. ഇതുപോലെയുള്ള ക്ലബ്ബുകളിൽ നിന്നൊക്കെ പുറത്തേക്ക് വരിക. കാരണം സാധാരണ നമുക്ക് എല്ലാ മതാചാര്യന്മാരും അല്ലെങ്കിൽ മുതിർന്നവരും ഗുരുക്കന്മാരും ഒക്കെ പറയുന്നത് പുലർച്ചെ എണീറ്റ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യണം, അതാണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നതെന്നാണ്. പക്ഷെ പുലർച്ചെ എണീറ്റിട്ട് അവരുടെ ഡെയിലി റുട്ടീനൊക്കെ ചെയ്യുന്നു, അവർ പ്ലാൻ അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അവർക്ക് പകൽ ഉറക്കക്ഷീണം വരുന്നില്ല, അവർക്ക് ഏറ്റവും നന്നായി തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്, അവരുടെ പ്രൊഡക്ടിവിറ്റിക്ക് ഒരു കുഴപ്പവും വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എഴുന്നേൽക്കാം. മറിച്ച് എഴുന്നേറ്റിട്ട് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയെ ഒന്നാകെ, അതായത് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളെയൊക്കെ നമുക്ക് ഉത്സാഹത്തോടെ സന്തോഷത്തോടെ ഒരു സമാധാനത്തോടെ ചെയ്ത് തീർക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ ക്ഷീണിതരും ഉറക്കം തൂങ്ങികളുമായി മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും പുലർച്ചെ എഴുന്നേൽക്കരുത്. മറിച്ച് നിങ്ങൾ 7-8 മണിക്കൂർ നന്നായി ഉറങ്ങിയ ശേഷം എണീറ്റ് അതിനുശേഷം നിങ്ങൾ മെഡിറ്റേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്തോളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വേണ്ടുന്ന ബാക്കി പ്ലാനിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ഏത് സമയത്താണ് ഏറ്റവും നന്നായിരിക്കുന്നത് നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ നമുക്ക് നല്ല ഉറക്കം കിട്ടിയില്ലെങ്കിൽ വിഷാദം ഉണ്ടാവും, ദേഷ്യം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പം നിങ്ങൾക്കേ മനസ്സിലാവുള്ളൂ നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ ശരീരം എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. പുറത്തു നിന്ന് ഒരു കോമണായ ഒരു നിർദ്ദേശം മാത്രമേ തരാൻ പറ്റുള്ളൂ. കാരണം നമ്മളെല്ലാവരും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വ്യത്യസ്തരാണ്. പക്ഷേ ഒരാൾ ചെയ്യുന്ന കാര്യം മറ്റൊരാൾക്കും ചെയ്യാൻ പറ്റും. സമയത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഒരാൾക്ക് കുറച്ച് നേരത്തെ ഉള്ള ടൈമിലാണെങ്കിൽ അടുത്ത ആൾക്ക് അത് കുറച്ച് പിന്നീടുള്ള ടൈമിലായിരിക്കും ചെയ്യാൻ പറ്റുന്നത്. ഉദാഹരണത്തിന് ഇപ്പം പുലർച്ചെ എഴുന്നേൽക്കുന്ന ഒരാൾ അവരുടെ ഡെയിലി റുട്ടീൻ കാര്യങ്ങൾ വളരെ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുന്നു. എന്നാൽ മറ്റു ചിലർ വെളുപ്പാങ്കാലത്ത് എണീറ്റ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അവരുടെ പ്രൊഡക്ടിവിറ്റിയെ അത് അഫക്റ്റ് ചെയ്യുന്നു. എന്ന് വെച്ച് 2 കൂട്ടർക്കും ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അതിൽ വ്യത്യാസമൊന്നും വരുന്നില്ല.
നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങളുടെ തന്നെ ജോലിയാണ്. അത് നിങ്ങൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. അതുപോലെ തന്നെ ചില സ്ത്രീകൾക്കിപ്പം മാസമുറ സമയമാകുമ്പോഴത്തേക്ക് ചിലർക്ക് ഉറക്കം കൂടുതലായിരിക്കും, ചിലർക്ക് ഉറക്കം കുറവായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ആ ഒരു ദിവസങ്ങളിലുള്ള ആ ഒരു റുട്ടീനെ പ്ലാനിനെയൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുക. ചിലർക്ക് പുലർച്ചെ 4 മണിയായാലും ഉറക്കം ഉണ്ടാവില്ല. പിന്നെ ഒരു 1-2 മണിക്കൂർ ഉറങ്ങുമ്പോഴത്തേക്ക് ഉറക്കം മതിയാവുന്നില്ല. പക്ഷേ ഹസ്ബൻഡിന് ഓഫീസിൽ പോകണം, മക്കൾക്ക് സ്കൂളിൽ പോകണം. നിങ്ങൾ ചാടിപ്പടഞ്ഞെണീറ്റ് കിച്ചണിലേക്ക് വരും, ഒട്ടും ഉന്മേഷമില്ലാതെ വരും, തൊടുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ ദേഷ്യം ഉണ്ടാവും. എങ്ങനെയൊക്കെയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തീർത്തിട്ട് പിന്നെ ഒന്ന് പോയി കിടന്നാൽ മതിയെന്നൊരു തോന്നലായിരിക്കും. അതിന് പകരം ഈ ഉറങ്ങാതിരിക്കുന്ന സമയത്തെ നിങ്ങൾ വീട്ടിൽ എന്താ പറയുക, കിച്ചണിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ച്, അരയ്ക്കാനുള്ള കറികൾക്ക് ഒക്കെ കട്ട് ചെയ്ത് വെച്ചു, അരയ്ക്കാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചു, അത് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്നതൊക്കെ അങ്ങനെ വെച്ചു. ഈ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് പറയുക, അവരോട് എടുത്ത് കഴിക്കാൻ പറയുക. അത് ലഞ്ച് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ ദിവസം ലഞ്ച് ബോക്സിലേക്ക് ആക്കി കൊണ്ടുപോകാൻ പറയുക. അപ്പം നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മാത്രമേ അറിയൂ. അതിനെ സൂക്ഷിക്കേണ്ടതും നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കുക. നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി ആ സമയം മാറ്റി വയ്ക്കുക. വീട്ടിലുള്ളവരെ മറ്റുള്ളവരെ കൂടി കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുക. ഈ ഒട്ടും ആരോഗ്യം നോക്കാതെ കഷ്ടപ്പെട്ടിട്ട് അവസാനം ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ടായി എവിടെയെങ്കിലും കിടക്കുമ്പോഴും ഒത്തിരി മരുന്ന് കഴിക്കുമ്പോഴും ഒക്കെ അതിൻ്റെ സഫറിങ്സ് എല്ലാം അനുഭവിക്കുന്നത് ആ വ്യക്തി തന്നെയായിരിക്കും. കൂടെയുള്ള ഹസ്ബൻഡിനോ മക്കൾക്കോ ഒന്നും ആയിരിക്കത്തില്ല. അപ്പം നിങ്ങൾക്ക് ബോഡിയിലുണ്ടാവുന്ന പെയിൻ, പ്രശ്നങ്ങൾ അതൊക്കെ നിങ്ങൾ തന്നെ ആയിരിക്കില്ലേ അനുഭവിക്കുക. അതിന് പകരം ഇങ്ങനെ റുട്ടീനും പ്ലാനും ഒക്കെ ഒന്ന് മാറ്റുക എന്നുള്ളതാണ്. എന്തു തന്നെയായാലും ഉറക്കമാണ് നമുക്ക് എല്ലാം എന്നുള്ളത് മനസ്സിലാക്കുക. എന്ന് വെച്ച് ഞാനീ പറയുന്നത് അലസന്മാർക്കുള്ള ഉറക്കമല്ല കേട്ടോ. എവിടെ ഒരു വൃത്തിയുള്ള ഫ്ലോർ കണ്ടാലും, ഒരു ബെഞ്ച് കണ്ടാലും, ഒരു സോഫ സെറ്റർ കണ്ടാലും, ഒരു ഡെസ്ക് കണ്ടാലും ഒക്കെ അതിലേക്ക് കിടന്ന് ഉറങ്ങാം എന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ അല്ല ഞാനീ പറഞ്ഞത്. പുലർച്ചെ എഴുന്നേറ്റിട്ടും നിങ്ങൾക്ക് ആ ദിവസം മൊത്തവും ക്ഷീണം അനുഭവപ്പെടുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ പുലർച്ചെ എണീക്കുന്നത് ഒഴിവാക്കി 7-8 മണിക്കൂർ നന്നായി ഉറങ്ങിയ ശേഷം നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക. അതാണ് ആത്യന്തികമായി ഞാൻ പറഞ്ഞു വന്നത്. ഇനി പുലർച്ചെ എണീറ്റിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾ നല്ല പ്രൊഡക്റ്റീവ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ആ ഒരു ലൈഫ് സ്റ്റൈൽ കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ഇടയ്ക്ക് സൺലൈറ്റൊക്കെ കൊള്ളുന്നത്, മോർണിംഗ് സൺലൈറ്റൊക്കെ കൊള്ളുന്നത് നല്ലതാണ്. അപ്പോൾ അതുമൊക്കെ ചെയ്യുക. ഇനി നമുക്ക് ഉറക്കം കൂട്ടാനായിട്ട് വൈകിട്ട് 6 മണിക്ക് ശേഷം ചായ കാപ്പി പോലെയുള്ളത് കുടിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുക, അല്ലെങ്കിൽ പാടെ ഒഴിവാക്കുക. ഇനി നമുക്ക് ഉറങ്ങാനുള്ള ബെഡ്റൂമിൻ്റെ അന്തരീക്ഷം, ചിലപ്പോൾ ചിലർക്ക് ലൈറ്റ് വേണം, ചിലർക്ക് ലൈറ്റ് വേണ്ട, അരണ്ട വെളിച്ചം മതി, എല്ലാ ദിവസവും ബെഡ്ഷീറ്റ് മാറ്റി വിരിക്കണം, എന്തെങ്കിലും പെർഫ്യൂമിൻ്റെ മണം വേണം, ഇങ്ങനെ എന്താണോ നിങ്ങൾക്ക് ആവശ്യം ആ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ബെഡ്റൂമിനെ മാറ്റിയെടുക്കുക. പിന്നെ ചിലർക്കൊന്ന് കുളിച്ചാൽ നല്ലൊരു ഉറക്കം വരും. അത് ചൂടുവെള്ളം ഇഷ്ടമുള്ളവരെങ്കിൽ അങ്ങനെ, തണുത്ത വെള്ളം ഇഷ്ടമുള്ളവരെങ്കിൽ അങ്ങനെ, അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. ഉറക്കത്തിന് പോകുന്നതിന് മുന്നേ നമ്മൾ ആരോടും ആർഗ്യൂ ചെയ്യാതിരിക്കുക, അതുപോലെയുള്ള വീഡിയോസൊക്കെ കാണാതെ ഇരിക്കുക. പിന്നെ ഒരു സ്ക്രീൻ ടൈം, അതായത് ഇപ്പോൾ ജോലിയുടെ ഭാഗമല്ല, വെറുതെ ഇൻസ്റ്റയും യൂട്യൂബും ഒക്കെ അലക്ഷ്യമായി നോക്കിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഫോണൊന്ന് ഓഫ് ചെയ്ത് വയ്ക്കുക. നല്ല ബുക്കുകൾ വായിക്കുക. പിന്നെ ഉറങ്ങാൻ പോയി കിടക്കുമ്പോൾ അന്നത്തെ ദിവസം രാവിലെ നമ്മൾ എണീറ്റത് മുതൽ ഉറങ്ങാൻ പോകുന്നിടം വരെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നിങ്ങളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്തുകൊണ്ട് കിടക്കുക. അങ്ങനെ കിടക്കുമ്പോൾ അങ്ങ് ഉറക്കം വരും. പിന്നെ മെഡിറ്റേഷൻ ചെയ്യുന്നത് നല്ലതാണ്. മ്യൂസിക് കൊണ്ടുള്ള മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ചില മ്യൂസിക്കുകൾ നമുക്ക് ഉറക്കം കുറയ്ക്കുന്ന മ്യൂസിക്കുകളായിരിക്കും. അതായത് മോർണിംഗ് ചെയ്യേണ്ട മെഡിറ്റേഷൻ മ്യൂസിക്കുകളായിരിക്കും അത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രം മ്യൂസിക് ഉപയോഗിക്കുന്നെങ്കിൽ ചെയ്യുക. അല്ലെങ്കിൽ ബ്രെത്തിനെ മാത്രം അനലൈസ് ചെയ്തുകൊണ്ടും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഏതായാലും നല്ലൊരു ഉറക്കം അത് ഒരു മനുഷ്യൻ്റെ ആരോഗ്യത്തിനും ആയുസ്സിനും സൗന്ദര്യത്തിനും അവരുടെ സന്തോഷകരമായ ഒരു ജീവിതത്തിനും അനിവാര്യമായ ഒരു കാര്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.